ഞങ്ങളുടെ ഒരു ഷോർട്ട് വെക്കേഷൻ്റെ സ്റ്റോറി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ലണ്ടനിൽ നിന്ന് ഞങ്ങൾ ഇസ്താംബുൾ ടർക്കിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. 4 days and 3 nights പാക്കേജ് എടുത്തിട്ടാണ് പോയത് കേട്ടോ. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 7 AM ഇൻ ദ മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങളൊരു 4:30 to 5 ആകുമ്പോഴത്തേക്ക് തന്നെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 6:20 ആയപ്പോഴത്തേക്ക് തന്നെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ചെറിയൊരു ഫ്ലൈറ്റാണ്. നമ്മളൊരു 3.5 hours to 4 hours അതാണ് മാക്സിമം ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ലക്കിലി നമുക്ക് ഒരുമിച്ച് സീറ്റാണ് കിട്ടിയത്. ആൻഡ് വി സ്റ്റാർട്ടഡ് അവർ ജേർണി ആൻഡ് പ്രെറ്റി മച്ച് എക്സൈറ്റഡ്. കാരണം കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ടർക്കിയിൽ പോകാമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നവംബറിലാണ് നമ്മൾ ടർക്കി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ലേറ്റർ വി ഡിസൈഡഡ് ടു ഗോ ടു ദുബായ്. സോ ഇത് ഐസിങ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. ഇതിനകത്തുള്ള ഐസൊക്കെ അവർ റിമൂവ് ചെയ്ത് കളയാണ് ബിഫോർ വി ടേക്ക് ഓഫ്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഐ വാസ് എക്സ്പെക്റ്റിംഗ് ടു സീ എ വെരി നൈസ് സൺസെറ്റ്. ഡെഫിനറ്റ്ലി നമുക്കിത് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. UK ലാൻഡ്സ്കേപ്പ് മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ടർക്കി. സോ ഹിയർ വി ഗോ. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് UK നിന്ന് ടർക്കിയിലേക്കുള്ളൊരു യാത്ര. ഫ്ലൈറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എപ്പോഴും ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വി ഗെറ്റ് ടു സീ എ നൈസ് സൺറൈസ് ഫ്രം ദ ഫ്ലൈറ്റ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഡേ ലൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ആഫ്റ്റർ ഒരു 3 hours and 35 minutes എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഫൈനലി ടർക്കിയിൽ. നമുക്ക് 3.5-4 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. സോ ഇനി ബാഗേജ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പോകണം. അങ്ങോട്ടുള്ള നടത്താണ്. ഒരുപാട് നമുക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ബാഗ് കളക്ട് ചെയ്യേണ്ട പരിപാടികൾ. ഇമിഗ്രേഷൻ വാസ് വെരി സ്മൂത്ത്. നമ്മളോടൊന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് എടുത്തു, പിന്നെ വിസ ചോദിച്ചു, പിന്നെ UK ഷെയർ കോഡ് ചോദിച്ചു ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഷി വാസ് വെരി ഫ്രണ്ട്ലി. അപ്പോൾ എന്താക്കുക, ബാഗ് കളക്ട് ചെയ്യാം. ബാഗ് കളക്ട് ചെയ്യാം. നമ്മുടെ ഡ്രൈവർ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. നല്ല വെയിൽ, നല്ല വെതറാണ്. കുറേ നാളുകളായി നമ്മൾ ഇതുപോലെ വെയിൽ കണ്ടിട്ട്. കാരണം ഇപ്പോൾ തണുപ്പിൻ്റെ സീസണാണല്ലോ. അപ്പം നല്ല രസമുണ്ട്. ദെൻ നമ്മൾ ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ റൂമിലേക്ക്. ടക്സിം സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തി നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോസ്കാണ്. അങ്ങനെ നമ്മൾ നടക്കാനായിട്ട് പോവാണ്. ടസ്കിം മാർക്കറ്റിലേക്കാണല്ലോ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് മീൽ. ടർക്കിഷ് ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്തിട്ട്. കുറച്ചിങ്ങനെ റോസ്റ്റഡ് ആയിട്ടുള്ള മീറ്റ്, ചിക്കൻ, പിന്നെ ബ്രെഡാണ് ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇറ്റ് വാസ് ഗുഡ് ആൻഡ് യമ്മി. ആൻഡ് നമ്മൾ മാർക്കറ്റിലോട്ടുള്ള നടത്താണ്. ഇപ്പോൾ കാണുന്നത് ഒരു മിനി ട്രാമാണ്. ദിസ് ഈസ് ആക്ച്വലി ഫോർ ദ ടൂറിസ്റ്റ് പേർപ്പസ് ഓൺലി. നമ്മൾ ഈ ഒരു മാർക്കറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈ ഒരു ട്രാം നമ്മൾ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ ട്രാവൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന സമയം തന്നെ ഇവിടുത്തെ ഒരു സിറ്റി ട്രാവൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ട്രാം ആണെങ്കിലും ഫെറി ആണെങ്കിലും നമ്മുടെ സാധാരണ ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാവൽ കാർഡാണ് ഇവിടെ. പിന്നെ പോയത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചേർച്ച് കാണാനാണ്. അവിടെ ഇൻസൈഡ് വാസ് വെരി പീസ്ഫുൾ ആൻഡ് ഇറ്റ് വാസ് വെരി ലവ്ലി ടു സീ ഇൻസൈഡ് ആൻഡ് സ്പെൻഡ് സം ടൈം ഇൻസൈഡ്. ആൻഡ് ഓൾസോ ക്രിസ്മസ് വൈബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കോർ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ഇൻസൈഡ് ദ ചേർച്ച് ഇസ് ലൈക്ക് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ് കാണാം, കുറേ നല്ല ആർക്കിടെക്ചേഴ്സ്, അതുപോലെ തന്നെ മോഡേൺ ആൻഡ് ആൻഷ്യൻ മിക്സ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഈ വോക്കിൽ ഒരുപാട് നമ്മുടെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സോവനിയേഴ്സ്, നമ്മുടെ കുറേ ലോക്കൽ ഫുഡ് ഐറ്റംസ്, കഫേ, ഡ്രസ്സ്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് അവിടെ ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ കാണുന്നതാണ് ഗലാട്ട ടവർ. ഗലാട്ട ടവർ ഈസ് വൺ ഓഫ് ദ ഫേമസ് ആൻഡ് ടോളസ്റ്റ് മോണ്യുമെൻറ്റ് ഇൻ ഇസ്താംബുൾ. അപ്പം അതിൽ മുകളിൽ കയറി കഴിഞ്ഞാൽ ഹോൾ ഇസ്താംബുൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ദ ക്യൂ വാസ് വെരി ലോങ്, സോ വി ഡിഡ്ന്റ് ഹാവ് ടൈം ടു വെയിറ്റ് ഫോർ ദാറ്റ്. And this is one of the famous thing that we tried in Istanbul. ബിക്കോസ് ചീസ് കേക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് ചീസ് കേക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആണ് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ ഐറ്റം. ദാറ്റ് ഈസ് എ മസ്റ്റ് ട്രൈ ആണ്. ബിക്കോസ് ഇറ്റ്സ് വെരി യമ്മി ആൻഡ് വെരി ഡെലീഷ്യസ്. നമ്മളിപ്പോൾ അത് വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നൊരു ടെക്സ്ചറാണ്. ആൻഡ് ഓൾസോ ദ ചോക്ലേറ്റ് ഈസ് സൂപ്പർ ടേസ്റ്റി. അതിൻ്റെ കൂടെ നമ്മളൊരു ടർക്കിഷ് ടീ ആണ് ട്രൈ ചെയ്തത്. ടീ വാസ് ജസ്റ്റ് എ നോർമൽ ടീ. അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് അവരൊരുപാട് ഇങ്ങനെ
കേക്ക് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എ ലോട്ട് ഓഫ് കേക്ക് ആർ മെയ്ഡ് ഇൻ ദെയർ. ആൻഡ് ഡെഫിനറ്റ്ലി ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ട്രൈ ചെയ്യുന്നതാണ്. കഫേ വാസ് ലിറ്റിൽ ബിസി. ആൻഡ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ തിരിച്ചു പോരുന്ന വഴി ഈ ട്രാമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ട്രാവൽ കാർഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കയറിയത്. ആൻഡ് പുറത്ത് നല്ല വൈബാണ്. കാരണം ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ലോക്കലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നു. ബിക്കോസ് കഫേ ആണ്, ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇറ്റ്സ് ക്രൗഡഡ്, ഇറ്റ്സ് നൈസ് വൈബുള്ളൊരു പ്ലേസ് ആണ്. പിന്നെ ഇന്ത്യൻ ഫുഡ് വേണമെന്നുള്ളവർക്ക് അതും കിട്ടും കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ആ ടൈപ്പ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്കും കിട്ടും. ഇപ്പം നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ മോസ്കിൻ്റെ ലൈറ്റ്സ് ഒക്കെ തെളിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാൻ. പിന്നെ കുറച്ച് ടക്സിൽ മാർക്കറ്റല്ലേ, മാർക്കറ്റിൽ അങ്ങോട്ട് പോയി ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഇങ്ങനെ ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്തു. ദെൻ ഏതാണെന്ന് വെച്ചാൽ മറ്റേന്താ പറയുക, സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹൈപ്പായിട്ട് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നേ. അത് ട്രൈ ചെയ്തപ്പോൾ അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ കുറേ നേരം താഴെ ലോബിയിലിരുന്നു. ദെൻ അത് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. കുറേ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ദെൻ ബാക്ക് ടു ദ റൂം. അത്രേ ഉള്ളൂ. So first day ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. So see you guys with another video.